close till I get up. Time is barely on our side. I don't wanna waste what's left. Hello friends, എല്ലാവർക്കും ഡെസ് മാജിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. And love is all we'll ever trust. Yeah. No, I don't. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്പനിയിൽ കണ്ടതുപോലെ അതേപോലെ പറയുന്ന ഒരു ഡിസൈൻ പെനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. നമുക്കൊരു 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് DC മിനി മോട്ടർ ആവശ്യമുണ്ട്. പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ സെല്ല്, ഇത് ഹൈ വോൾട്ടിൻ്റെ സെല്ലാണ്. നമ്മൾ സെല്ലിന് കണക്ടർ ഉണ്ടെങ്കിൽ കണക്ടർ മതി. നമ്മളിപ്പോൾ കണക്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 2 വയർ സോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സ്വിച്ച് ആവശ്യമുണ്ട്. ഇതിന് വരെ നമുക്ക് സാധാ സ്വിച്ച് ആയാലും മതി. പിന്നെ നമുക്കൊരു പെൻ ആവശ്യമുണ്ട്, മഷിയുള്ള പെൻ. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പും അതുപോലെ തന്നെ നമുക്കൊരു സൂപ്പർ ഗ്ലൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ PVC പൈപ്പ് അതുപോലെ തന്നെ DC മോട്ടറൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഇതിന് ചുറ്റും അങ്ങ് റോൾ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് റോൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സെല്ലൊന്ന് പൈപ്പിലൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കണം. സെല്ല് നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് അതിന് മുമ്പ് ഒരു സൂപ്പർ ഗ്ലൂ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സൂപ്പർ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ പൈപ്പിൻ്റെ സൈഡിലായിട്ട് ഈ രീതിയിലാണ് നമ്മൾ സെല്ല് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ശേഷം നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് റോൾ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെല്ല് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്വിച്ച് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് മാറ്റുവാണ്. നമ്മൾ പഴയ സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്. മറ്റേ സ്വിച്ച് ആകുമ്പോൾ കുറച്ച് സ്പേസ് വന്നതിന് എന്തായാലും നമുക്ക് സ്വിച്ച് ഡാമേജ് ആണ്. നമ്മൾ പഴയ സ്വിച്ച് എടുത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് പഴയ സ്വിച്ച് ഒന്ന് റോൾ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഈ കണക്ഷനിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ മോട്ടറിൻ്റെ കണക്ഷനിലേക്ക് വരാം. മോട്ടറിന് മെയിനായിട്ട് 2 കണക്ഷനാണ് ഉള്ളത്. നമുക്ക് അതിൻ്റെ ഒരു കണക്ഷൻ എടുത്ത് സെല്ലിൻ്റെ പോസിറ്റീവിലോട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. സെല്ലിൻ്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഏതിലും ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമുക്ക് സെല്ലിൻ്റെ ഏതൊരു ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത മോട്ടറിൻ്റെ മറ്റേ ടെർമിനലെടുത്ത് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. നമ്മളിവിടെ 2 വേ സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ലെഗിങ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് 1 വേ സ്വിച്ചാണ് ആവശ്യം. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ കറക്റ്റ് സെൻറ്ററിലോട്ട് ഒരു മോട്ടറിൻ്റെ മറ്റേ ടെർമിനലിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സെല്ലിൻ്റെ മറ്റേ ടെർമിനലെടുത്ത് സ്വിച്ചിൻ്റെ ബാക്കിയുള്ള റിമൈൻഡർ ആയിട്ടുള്ള ടെർമിനലിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇതോടെ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഈ കണക്ഷൻ. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് ഈ വയർ എല്ലാം കൂടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുള്ളായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഫുള്ള് റൗണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് പെന്നിലേക്ക് വരാം. നമ്മൾ പെന്നിൻ്റെ റീഫില്ലർ മാത്രം മതി. റീഫില്ലറിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം മതി നമുക്ക്. അല്ലെങ്കിൽ പെന്നിന് കുറച്ച് നീളം കൂടും. അതുകൊണ്ട് നമുക്ക് റീഫില്ലറിൻ്റെ ഹാഫ് മാത്രം മതി. അടുത്തായിട്ട് നമുക്ക് ഈ ഹാഫ് ഭാഗം മോട്ടറിലോട്ടൊന്ന് ഫിക്സ് ചെയ്യാം. മോട്ടറിലോട്ട് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് റീഫില്ലറിൻ്റെ ഹോളിൽ കൂടെ ഇട്ട നടക്കത്തില്ല. നമുക്ക് അല്ലാതെ തന്നെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്താലേ ഡിസൈനായിട്ട് വരത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഓണാക്കി നോക്കാം.
ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ നമ്മളാ സ്വപ്നം വരച്ചാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡിസൈനായിട്ട് ഹെഡിങ് എല്ലാം വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടോന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരും ബൈ.